ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് വഴി മെസ്സേജ് അയക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഇനി വീഡിയോയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾ നമ്പേഴ്സ് ചൂസ് ചെയ്യാം. നിങ്ങളുടെ മുമ്പിൽ 4, 7, 9. നിങ്ങൾ ഈ നമ്പേഴ്സ് മനസ്സിൽ ചിന്തിക്കുമ്പോൾ 4, 7, 9 ഇതിലേതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, അതാണ് നിങ്ങളുടെ റീഡിംഗ്. ഇപ്പോൾ 4 ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമ്പർ 1, 7 ആണെങ്കിൽ നമ്പർ 2, 9 ആണെങ്കിൽ നമ്പർ 3. ഓക്കെ, നമുക്കിനി റീഡിങ്സിലേക്ക് കിടക്കാം. സോ നമ്പർ 1 നിങ്ങൾ ആദ്യം ചൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് എന്ന് പറയുമ്പോൾ ലൈഫിൽ ഹോപ്പാണ് വരുന്നത്. ഹോപ്പ്, പോസിറ്റിവിറ്റി, വിഷ്വൽ തിങ്കിങ്, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹ സഫലീകരണം നിങ്ങൾ ആഗ്രഹിച്ചു, നിങ്ങളിപ്പോൾ അടുത്തിടയ്ക്ക് ആ ഒരു പ്രപഞ്ച ശക്തിയോട് എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെന്ന് ചോദിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങൾ നേടിയെടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു ആത്മീയമായിട്ടുള്ള ഒരു കണക്ഷൻ, ആ ഒരു ബന്ധം നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ്. ഡ്രീംസ് കം ട്രൂ ആണ്. അതേപോലെ തന്നെ ഇത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ജീവിതത്തിൽ എന്തൊരു കാര്യം ചെയ്യുന്നതും അതിന്റെ വ്യക്തതയോട് കൂടിയിട്ടും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലും ജീവിതത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം എന്നുള്ള രീതിയിൽ കൂടി ഇത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ 20ക്കുള്ളിൽ വരുന്ന ഏത് നമ്പറാണ്, നിങ്ങളിപ്പോൾ മനസ്സിൽ കണ്ണടച്ചിരിക്കുമ്പോൾ ഏത് നമ്പറാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത്, 20ക്കുള്ളിൽ വരുന്ന ഏത് നമ്പറാണ് നിങ്ങളുടെ മൈൻഡിൽ വരുന്നത്, ആ നമ്പർ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്കുള്ള സ്പെഷ്യൽ മെസ്സേജസ് നമുക്ക് അവിടെ കാണാം. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നമ്മൾ ഫയൽ നമ്പർ 2 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ, കാർഡ് നമ്പർ 2 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജ് ഗുഡ് ടൈംസ്, ഹാപ്പിനെസ് നിങ്ങളിലേക്ക് വരികയാണ്. പ്രണയമാണ് ഇവിടെ കൂടുതലായിട്ട് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്, നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ഒരു സുഹൃത്തായിരിക്കാം, ആ ഒരു സുഹൃത്തിനോട് നിങ്ങളുടെ ഫീലിങ്സ് മാറി വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ആ സുഹൃത്തിനോടുള്ള പ്രണയമാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ ആ ഒരു വ്യക്തിയോട് നിങ്ങളുടെ പ്രണയം ആണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷെ നിങ്ങളുടെ ആ ഒരു സുഹൃത്തിനോട് നിങ്ങളുടെ പ്രണയം തുറന്നു പറയുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഇവിടെ. ഹാപ്പി മാരേജ് സിറ്റുവേഷനും കാണിക്കുന്നുണ്ട്. ഒരു പക്ഷെ പ്രണയത്തിലായിട്ടുള്ളവരാണ് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങളുടെ പ്രണയം തുറന്നു പറയുന്ന ഒരു സാഹചര്യമാവാം. ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ, മാരേജ്, ഹാപ്പി മൊമെന്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. സക്സസ്ഫുൾ ആയിട്ട് ജീവിതത്തിൽ മുന്നേറാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വരുന്നത്. മൈൻഡിൽ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയും, നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്, ഇപ്പോൾ മനസ്സിൽ കണ്ണടച്ച് ഇരിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഏത് നമ്പർ, അതായത് 20ക്ക് ഉള്ളിൽ, നമ്പർ 20ക്ക് ഉള്ളിലുള്ള ഏത് നമ്പേഴ്സ്, അതിന് മുമ്പുള്ള ഏത് നമ്പേഴ്സാണ് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ ചിന്തിക്കുക. 20ക്ക് മുമ്പ് ഒരു നമ്പർ എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന നമ്പർ ഏതാണോ അത് കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്കായിട്ടുള്ള ഒരു പേഴ്സണൽ മെസ്സേജ് അവിടെ വരുന്നതായിരിക്കും. ഓക്കെ, സോ അതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ്. ഇനി നമ്മൾ നമ്പർ 3യിലേക്ക് കിടക്കാം. നമ്പർ 3 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ 4 ഓഫ് പെന്റക്കിൾസ് എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഡെസ്റ്റിനി, നിങ്ങളുടെ ലൈഫ് പേർപ്പസ് എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ഇന്നർ വോയിസ് നിങ്ങൾക്ക് പറഞ്ഞു തരാണ് ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നിങ്ങൾ എന്തെങ്കിലും തിരഞ്ഞെടുക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ തിരഞ്ഞെടുക്കുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത് ശരിയായിട്ടുള്ള വഴി തന്നെയാണ് എന്നുള്ളൊരു സന്ദേശമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അതേപോലെ വ്യക്തമായിട്ടുള്ളതും വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒരു തീരുമാനം നിങ്ങൾ ലൈഫിൽ എടുക്കാൻ പോകുന്നു എന്നുള്ളതാണ്. സ്പിരിച്വൽ അവേക്കൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. ചില ആളുകൾ സ്പിരിച്വൽ അവേക്കനിങ് ആയിരിക്കാം, ഹയർ കോൺഷ്യസ്നസ്, ഡിവൈൻ സെൽഫ്, ഇതൊക്കെ കാണിക്കുന്നു എന്നുള്ളതാണ്. ഈ ശരിയായിട്ടുള്ള കാര്യം ശരിയായിട്ടുള്ള സമയത്ത് ശരിയായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചൂസ് ചെയ്യുക, നിങ്ങൾ സ്പിരിച്വൽ ജേർണി ചൂസ് ചെയ്യാണ്. അതായത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യത്തിനേക്കാൾ കൂടുതൽ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങളാണ് ആ ഒരു ചൂസൺ വൺ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്.
അപ്പോൾ അതേപോലെ തന്നെ ചില ആളുകൾക്ക് പഴയ കാലത്തിൽ നിന്ന് ഓൾഡ് ഫ്ലെയിം തിരിച്ചു വരുന്നതുണ്ട്. നിങ്ങളുടെ എക്സ് ലവറോ അല്ലെങ്കിൽ എക്സ് ഹസ്ബൻഡോ എക്സ് വൈഫോ അല്ലെങ്കിൽ ഒരു പഴയ സുഹൃത്ത് വഴക്കിട്ട് പോയിട്ടുള്ള വ്യക്തി തിരിച്ചു വരുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം, ഹിസ്റ്ററി മേ റിപ്പീറ്റ്, പക്ഷെ അത് നിങ്ങളുടെ ചോയ്സ് ആണ്. അപ്പോൾ സെക്കൻഡ് ചാൻസസ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, പക്ഷെ തീരുമാനിച്ചിട്ട് കൊടുക്കുക. കാരണം ഇനിയും അത് വേണോ എന്നുള്ളത്. എന്തായാലും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നമ്പർ 20 അതിനുള്ളിൽ ഒരു നമ്പർ മനസ്സിൽ ചിന്തിക്കുക. കണ്ണടച്ച് മനസ്സിൽ ചിന്തിക്കുമ്പോൾ 20 ഉള്ളിൽ ഏത് നമ്പറാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് അത് കമന്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്കുള്ള പേഴ്സണൽ മെസ്സേജ് അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, സോ അപ്പോൾ അതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു.